സ്പോർട്സ് ഡെസ്കിൽ നിന്ന് മഹേഷ് പോലൂർ ചേരുന്നു. മഹേഷ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് കായിക ലോകത്ത് ഇന്നലെ സംഭവിച്ചത്, ഇന്ന് സംഭവിക്കാൻ പോകുന്നത്? സൈഫു, ഇന്നലെ IPL താരലേലം തന്നെയാണ് ഏറ്റവും പ്രധാനമായി. ഇന്നലെ കാമറൂൺ ഗ്രീനിന് 25 കോടി കൊടുത്ത് കൊൽക്കത്ത സ്വന്തമാക്കി. പക്ഷെ ഞെട്ടിച്ചത് ചെന്നൈയാണ്. 2 ചെറുപ്പക്കാർ, അതായത് ഒരാൾക്ക് 19 വയസ്സാണ്, ഒരാൾക്ക് 20 വയസ്സാണ്. 2 പേർക്കും കൂടി 28 കോടി രൂപയാണ് ചെന്നൈ ചെലവാക്കിയത്. അപ്രതീക്ഷിതമായി ഇന്നലെ മറ്റൊരു കോടിപതി കൂടി ഫുട്ബോൾ ലോകത്തുണ്ടായിട്ടുണ്ട്. കിലിയൻ എംബാപ്പയാണ്. അദ്ദേഹം PSG-ക്കെതിരെ ഒരു കേസ് കൊടുത്തിരുന്നു. 636 കോടി ഇന്നലെ അദ്ദേഹത്തിന് കിട്ടിയെന്നുള്ളത്. അപ്പോൾ ഇന്നിപ്പം നമ്മൾ കാര്യമായ മത്സരങ്ങളുള്ളത് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 പരമ്പരയിലെ 4ാം മത്സരമുണ്ട്. ആഷസിന് വീണ്ടും തുടക്കമായിട്ടുണ്ട്. അപ്പോൾ IPL താരലേലത്തിലേക്കാണ് നമ്മൾ ആദ്യം ഇന്ന് നോക്കുന്നത്. IPL 19ാം പതിപ്പിന് മുന്നോടിയായുള്ള മിനി താരലേലം ഇന്നലെ പൂർത്തിയായി. ഓസ്ട്രേലിയൻ താരം കാമറൂൺ ഗ്രീനാണ് ഏറ്റവും വിലയേറിയ താരമായത്. മലയാളി താരം വിഘ്നേഷ് പുത്തൂർ രാജസ്ഥാൻ റോയൽസിനായി കളിക്കുകയാണ്. ഇനി അദ്ദേഹത്തെ 30 ലക്ഷത്തിനാണ് രാജസ്ഥാൻ സ്വന്തം കോട്ടയിലെത്തിച്ചത്. കാമറൂൺ ഗ്രീനിനായി വാശിയോടെയുള്ള ലേലം വിളി. ഒടുവിൽ 25.2 കോടി രൂപയ്ക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗ്രീനിനെ സ്വന്തം തട്ടകത്തിൽ എത്തിച്ചു. IPL ചരിത്രത്തിലെ മൂല്യമേറിയ വിദേശ താരമാണ് കാമറൂൺ ഗ്രീൻ. ചെന്നൈ സൂപ്പർ കിങ്സ് റിലീസ് ചെയ്ത ശ്രീലങ്കൻ പേസർ മതീഷ പതിരാനയ്ക്ക് 18 കോടിയാണ് വില. കൊൽക്കത്ത തന്നെയാണ് പതിരാനയും സ്വന്തമാക്കിയത്. ആദ്യ റൗണ്ടിൽ ആരും വാങ്ങാതിരുന്ന ലിയാം ലിവിങ്സ്റ്റൺ 13 കോടിക്ക് ഹൈദരാബാദിന്റെ സർപ്രൈസ് എൻട്രി ആയപ്പോൾ ഓൾറൗണ്ടർ വെങ്കടേഷ് അയ്യർ 7 കോടിക്ക് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിലെത്തി. ബംഗ്ലാദേശ് പേസർ മുസ്തഫിസുർ റഹ്മാനെ 9.20 കോടിക്ക് കൊൽക്കത്ത സ്വന്തമാക്കി. പവർ ഹിറ്റർ ഡേവിഡ് മില്ലർ ഇക്കുറി ഡൽഹിക്കായി കളിക്കും. ബെൻ ഡക്കറ്റും പൃഥ്വി ഷായും ഡൽഹിക്കായി പാഡണിയും. ഓപ്പണിംഗ് സ്ലോട്ടിൽ കരുത്തായി മുംബൈ ഇന്ത്യൻസ് ക്വിന്റൻ ഡി കോക്കിനെ കൂടെ കൂട്ടി. മലയാളി താരം വിഘ്നേഷ് പുത്തൂർ ഇക്കുറി രാജസ്ഥാൻ റോയൽസിന്റെ വജ്രായുധമാകും. അതേസമയം ഇന്ത്യക്കായി ഒരു മത്സരം പോലും കളിച്ചിട്ടില്ലാത്ത യുവതാരങ്ങളായ കാർത്തിക് ശർമ്മയും പ്രശാന്ത് വീറും കോടിക്കിലുക്കത്തിലെ അപ്രതീക്ഷിത എൻട്രിയായി. 14.20 കോടിക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് ഇരുവരെയും സ്വന്തമാക്കിയത്. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1. വളരെ കൗതുകമുള്ള ഒരു കാര്യം പറയട്ടെ. കാമറൂൺ ഗ്രീൻ ഇന്നലെ 25 കോടി രൂപക്ക് കൊൽക്കത്ത സ്വന്തമാക്കി. അതിനുശേഷം ഇന്ന് അദ്ദേഹത്തിൻ്റെ ആദ്യ കളി എന്നുള്ളത് ആഷസിൽ അദ്ദേഹം കളിക്കുന്നുണ്ട്. 2 പന്തിൽ റണ്ണെടുക്കാതെ കാമറൂൺ ഗ്രീൻ അല്പസമയം മുമ്പ് പുറത്തായിട്ടുണ്ട്. പക്ഷേ ക്രിക്കറ്റാണ്, കാമറൂൺ ഗ്രീനാണ്. വലിയ പ്രതീക്ഷകൾ അദ്ദേഹത്തിൽ കൊൽക്കത്ത വെക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ 2 ഇന്ത്യൻ യുവതാരങ്ങളിലാണ് ഈ ക്രിക്കറ്റ് ലോകം മുഴുവൻ ചർച്ചയിലേക്ക് പോയത്. പ്രത്യേകിച്ച് IPL താരലേലത്തിന് ശേഷം പ്രശാന്ത് വീറും കാർത്തിക് ശർമ്മയും. ഈ പ്രശാന്തിൻ്റെ വയസ്സ് എന്ന് പറയുന്നത് 20ആണ്, കാർത്തിക്കിൻ്റെ പ്രായം 19ആണ്. 10 മിനിറ്റിനിടയിലാണ് ഈ 2 താരങ്ങൾക്കുമായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്നലെ 14 കോടി 20 ലക്ഷം രൂപ വീതം ചെലവാക്കി IPL ചരിത്രത്തിൽ ഏറ്റവും മൂല്യമേറിയ അൺക്യാപ്ഡ് താരങ്ങൾ എന്നുള്ള രീതിയിലേക്ക് ഈ 2 താരങ്ങളെയും മാറ്റിയത്. അതിന് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് അവരുടെ നിലവിലുള്ള താരം, കഴിഞ്ഞ തവണ നമുക്കറിയാം ചെന്നൈയെ വയസ്സൻ പട എന്നാണ് അവരുടെ എതിർ ആരാധക കൂട്ടം അവരെ വിശേഷിപ്പിച്ച്, അതിൽ നിന്ന് മാറി ഒരു ജെൻസി വൈബിലേക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രശാന്ത് വീറും കാർത്തികും എന്ന് പറയുമ്പോൾ ഈ 2 താരങ്ങൾ കൊണ്ടുവരുന്നതിന് പിന്നിൽ കൃത്യമായ ഒരു കണക്ക് കൂട്ടൽ ചെന്നൈക്ക് മുന്നിലുണ്ട്. അതിൽ കാർത്തിക് ശർമ്മ, അദ്ദേഹം രാജസ്ഥാൻ്റെ വിക്കറ്റ് കീപ്പറാണ്. മുംബൈ ഇന്ത്യൻസ്, ലക്നൗ സൂപ്പർ ജയൻസും കൊൽക്കത്തയും ഒക്കെ അദ്ദേഹത്തെ കണ്ണുവെച്ചിരുന്നു. പക്ഷേ വിട്ടുകൊടുക്കാൻ ചെന്നൈ തയ്യാറായിരുന്നില്ല. ഇന്നലെ കാർത്തിക്കിനെ വിളിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം മധ്യനിര ബാറ്ററാണ്. അതിനേക്കാൾ ഉപരിയായി ഒരു ബിഗ് ഹിറ്ററാണ്. ഏറ്റവും കൂടുതൽ 6 നേടിയ ഒരു താരം കഴിഞ്ഞ രഞ്ജി സീസണിൽ. മാത്രമല്ല കഴിഞ്ഞ തവണ അദ്ദേഹം ചെന്നൈയുടെ അക്കാഡമിയിലെത്തിയ സമയത്ത് 11 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു. അതിൽ 334 റൺസ് നേടി. ആ 334 റൺസിൽ 28 6 എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത. 160 മുകളിലാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ അദ്ദേഹം രാജസ്ഥാന് വേണ്ടി കളിച്ച് 133 റൺസ് ഈയിടെയാണ് നേടിയത്. രഞ്ജി ട്രോഫിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ 6 നേടിയതും അദ്ദേഹമാണ്. 55 ശരാശരിയിൽ അദ്ദേഹം 331 റൺസ് നേടിയിട്ടുണ്ട്. സഞ്ജു സാംസന്റെ ബാക്കപ്പായി മാത്രമല്ല മധ്യനിരയിൽ ഏത് നിമിഷവും നമ്മൾ കാർത്തികിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രശാന്ത് വീറിനെ കുറിച്ച് പറഞ്ഞാൽ അവിടെ രവീന്ദ്ര ജഡേജയുടെ ഒരു വലിയ ഗ്യാപ്പുണ്ട് ചെന്നൈയിൽ.
അതുകൊണ്ട് തന്നെയാണ് അതിലേക്കാണ് പ്രശാന്തിനെ കൊണ്ടുവരുന്നത്. അദ്ദേഹം ഉത്തർപ്രദേശിൽ നിന്നുള്ള താരമാണ്. ലക്നൌവും മുംബൈയും രാജസ്ഥാനും ഒക്കെ പ്രശാന്തിനെ സ്വന്തമാക്കാൻ ലേലത്തിലുണ്ടായിരുന്നു. ഉത്തർപ്രദേശ് T20 ലീഗിൽ നോയിഡ സൂപ്പർ കിങ്സിനാണ് അദ്ദേഹം തിളങ്ങിയത്. ഇടങ്കയ്യൻ സ്പിന്നറാണ്, ബാറ്ററാണ്. ആഭ്യന്തര സർക്യൂട്ടുകളിൽ അദ്ദേഹം മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരു താരം കൂടിയാണ്. ചെന്നൈയുടെ അക്കാഡമിയിൽ അദ്ദേഹവും ട്രയൽസിന് എത്തിയിരുന്നു. പ്രശാന്തിന്റെ മികവിൽ ചെന്നൈയുടെ മുഖ്യ പരിശീലകൻ സ്റ്റീഫൻ ഫ്ലെമിംഗ് ആണ് വലിയ വിശ്വാസം അർപ്പിച്ചിരുന്നത്. എന്തായാലും 2 പേരെയും 14 കോടി രൂപ വീതമാണ് നൽകിയാണ് ചെന്നൈ കൊണ്ടുവരുന്നത്. ഒരു കാലത്തേക്കാണ് ഈ 2 താരങ്ങളെയും കൊണ്ടുവരുന്നത്. മറ്റൊരു താരം എന്ന് പറയുന്ന അക്കീബ് നബി ദറാണ്. അദ്ദേഹവും ജമ്മു കാശ്മീരിൽ നിന്നുള്ള ഒരു ബൗളറാണ്, പേസ് ബൗളറാണ്. ഇന്ത്യയുടെ പുതിയ പേസ് സെൻസേഷൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. 8.4 കോടി രൂപയ്ക്കാണ് ഡൽഹി അക്കീബ് ദറിനെ സ്വന്തമാക്കിയത്. ബരാമുള്ള സ്വദേശിയാണ്. ആഭ്യന്തര ക്രിക്കറ്റിൽ സ്ഥിരതയുള്ള ഒരു പ്രകടനം നടത്തുന്ന ഒരു താരമാണ് അക്കീബ് ദർ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് IPL ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നത്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ 7 മത്സരങ്ങളിൽ നിന്ന് 15 വിക്കറ്റാണ് അക്കീബ് നേടിയിരിക്കുന്നത്.